ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തനംമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയെ ആദർശ് വിളിക്കുകയാണ്. ആദർശ് വിളിച്ചിട്ട് വിശേഷങ്ങളെല്ലാം ചോദിക്കുകയാണ്. ആദർശേട്ടനില്ലാത്തതുകൊണ്ട് എനിക്ക് വളരെ സങ്കടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് അയ്യ നയനെ കരയരുത്, നമ്മൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചിട്ടില്ല ഞാൻ ഇങ്ങോട്ട് പോകുന്നത്, നിന്നെ ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ലെന്നും ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞതാ. എൻ്റെ ചില ലക്ഷ്യങ്ങളും നിന്നോട് പറയുകയും ചെയ്തു, പിന്നെ എന്തിനാ നയനെ കരയുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. പക്ഷെ എന്നാലും ആദർശേട്ടനെ വീട് വിട്ട് പോകണ്ടായിരുന്നു, എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നമുക്ക് ഇവിടെ തന്നെ ഇരുന്ന് പരിഹരിക്കാമായിരുന്നല്ലോ എന്നൊക്കെ പറയാണ്. അതൊക്കെ പോട്ടെ, നീ ഭക്ഷണം കഴിച്ചു നയന എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നയന ഇരുന്ന് കരയാണ്. എനിക്ക് മനസ്സിലായി, നീ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലേ, ഇങ്ങനെ എന്നെ ഓർത്തിട്ട് ഭക്ഷണം കഴിക്കാതൊന്നും ഇരിക്കരുത് നയനെ, നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതാണ്. അതുകൊണ്ട് നീ നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, നിന്റെ ആരോഗ്യത്തെക്കുറിച്ച് നീ കൂടുതൽ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പണി കിട്ടുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആദർശേട്ടൻ ഭക്ഷണം കഴിച്ചോ? ആദർശേട്ടനും കഴിച്ചിട്ടില്ല അല്ലേ? എനിക്കറിയാം ആദർശേട്ടനും ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന്. നയനെ അതൊക്കെ വിട്, ഞാൻ ഭക്ഷണം കഴിച്ചോളാം. ഇനിയേ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കരുത്, നീ നിന്റെ കാര്യം നോക്ക്, പിന്നെ അമ്മയെ വിഷമിക്കരുത്. ഞാൻ ഇങ്ങോട്ട് നിന്നെ കൊണ്ടുവരാത്തതിൻ്റെ കാര്യം അറിയാലോ, ഈ സമയത്ത് അമ്മ നിന്റെ കൂടെ വേണം. അതുകൊണ്ട് എനിക്ക് എപ്പോഴെപ്പോഴും നിന്റെ കാര്യങ്ങൾ നോക്കി നടക്കാനായിട്ട് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ നയനയാണെങ്കിൽ ആദർശേട്ട ഫോൺ വെച്ചോ, എനിക്കിപ്പോൾ സംസാരിക്കാനായിട്ടുള്ളൊരു മൂഡില്ലെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. പക്ഷെ നയനയ്ക്ക് കൂടുതൽ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല ആദർശനോട്. അപ്പോൾ ആദർശനാണെങ്കിൽ ഭയങ്കര ഇങ്ങനെ സങ്കടം തോന്നിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആദർശ് നേരെ കിരണിനെ കാണാനായിട്ട് ചെല്ലുകയാണ്. അപ്പോൾ കിരൺ എന്നോട് ചോദിക്കണം, എന്താ കാര്യങ്ങളെല്ലാം? എടാ, ഈ ഡേവിഡിനെ കുറിച്ച് എനിക്ക് ചില വിവരങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. കാരണം ഞങ്ങൾക്കൊരു ഇന്റീരിയർ വർക്ക് വന്നിട്ടുണ്ട്, അത് ഡേവിഡ് എന്ന് പറഞ്ഞ ഒരാളാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നീ പറഞ്ഞ ഡേവിഡ് ആണോ ഇതെന്ന് എനിക്ക് അറിയേണ്ടതുണ്ട്. ഞാൻ ഉടനെ തന്നെ ആ ഒരു കൺസ്ട്രക്ഷൻ ഏരിയയിലേക്ക് പോവുകയാണെന്ന് പറയാണ്. ഏതായാലും നോക്കണോടാ, ആ ഡേവിഡ് തന്നെയാണോ നീ തിരിച്ചറിയണം. ആ ഡേവിഡ് ആണെങ്കിൽ ഈ മൂർത്തീസ് കമ്പനിയെ കുറിച്ച് കൂടുതൽ വിവരങ്ങളെല്ലാം നീ അറിഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അത് ഞാൻ ഏറ്റുവളിയാ. അതിനാണ് വേണ്ടിയാണല്ലോ ഞാനും കല്യാണിയും കൂടി വന്നിരിക്കുന്നത്. ഈ ഡേവിഡ് തന്നെയാണോന്ന് ഉറപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. ഏതായാലും ഉറപ്പിക്കണോടാ, ആ ഒരു വാശി എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പം ഞങ്ങളുടെ കുടുംബം തകർന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ്. മൂർത്തീസ് കമ്പനിക്ക് ഇതേപോലൊരു തകർച്ച ഇതുവരെ സംഭവിച്ചിട്ടില്ല. പക്ഷേ മൂർത്തീസ് കമ്പനി തകർക്കുക മാത്രമല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ കയറിയും കൂടി ആരോ കളിച്ചിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ പിന്നിൽ ആരാണെന്ന് ഉറപ്പായിട്ടും കണ്ടെത്തണം. അവൻ്റെ ലക്ഷ്യം ഞങ്ങളുടെ കുടുംബത്തെ പിരിച്ച് ഇല്ലാതാക്കണമെന്ന് തന്നെയാണ്. അപ്പോൾ അത് ആരാണെന്ന് കണ്ടെത്തണമെന്നും പറയണം. ഏതായാലും ഞാനും നീയൊക്കെ ആയിട്ട് കൂടുതൽ അടുപ്പുള്ള കാര്യമൊന്നും ഇയാൾക്ക് അറിയാനായിട്ട് സാധ്യത ഉണ്ടാവില്ലല്ലോ. അതൊന്നും ഉണ്ടാവില്ല, നിന്നേക്കൊന്നും അറിയുന്നില്ലല്ലോ അയാള്. അതുകൊണ്ട് നീ ഏതായാലും അങ്ങോട്ട് പോ. ആദർശേ, സങ്കടപ്പെടാതിരിക്കുക, എല്ലാ കാര്യം കൊണ്ടും ഓക്കെ ആയിരിക്കും. എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ കൂടെ തന്നെ നിൽക്കും. ഞങ്ങളും കുറേ പ്രശ്നത്തിൻ്റെ നടുവിലാണ്. എന്നാലും നിനക്കൊരു പ്രശ്നം വരുമ്പോൾ എന്ത് പ്രശ്നമാണെങ്കിലും ഞങ്ങൾ ഓടിയെത്തും. പിന്നെ നയനയും കൂടി കൊണ്ടുവരായിരുന്നില്ലേ? നയന കല്യാണിയെ വിളിച്ചായിരുന്നു. ഒരുപാട് സങ്കടത്തോടു കൂടി തന്നെയാണ് നയന അവിടെ സംസാരിച്ചത്. നിനക്കൊന്ന് കൂടെ കൊണ്ടുവരായിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നയനയെ കൊണ്ടുവരാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല. അവളെയും അമ്മയെയൊക്കെ കൊണ്ടുവരണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ അവരെൻ്റെ കൂടെ നിർത്താനായിട്ട് പറ്റില്ല. എനിക്കെപ്പോഴും പല സ്ഥലത്തേക്കായിട്ട് ഓടേണ്ടി വരും. അപ്പോൾ അമ്മയും ഈ കാര്യങ്ങളൊന്നും അറിയാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഞാൻ അവരെ കൊണ്ടുവരാതിരുന്നത്. അല്ലാതെ അവരെ തനിച്ചാക്കിയിട്ട് എനിക്ക് പോരാനായിട്ട് പറ്റുമോ? ആ വീട് വിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ചങ്ക് കിടന്ന് പിടയ്ക്കായിരുന്നു കിരണെ. എനിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു എന്നൊക്കെ കിരണിനോട് പറയണം. സങ്കടപ്പെടല്ലേടാ, എല്ലാത്തിനും ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകും. ഞാൻ ഏതായാലും ഉടനെ തന്നെ അങ്ങോട്ട് പോവുകയാണ്. ശരിയടാ, നമുക്ക് കാണാം അതിനുശേഷം എന്നും പറഞ്ഞുകൊണ്ട് കല്യാണിയും കിരണും കൂടി നേരെ വണ്ടി കയറിയിട്ട് പോവാണ്. ആദർശാണെങ്കിൽ രണ്ടും കൽപ്പിച്ചാണ്. ഇനി ഈ ഒരു കള്ളത്തരം കണ്ടുപിടിക്കാതെ അനന്തപുരിയിലേക്ക് കയറി ചെല്ലില്ലെന്ന് തന്നെയാണ് ആദർശിൻ്റെ ആ ഒരു വാക്ക് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഈ കിരണും കല്യാണിയും കൂടി ആ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഡേവിഡ് ഉണ്ടായിരുന്നു. സാറാണോ ഡേവിഡ് എന്നൊക്കെ ചോദിച്ചു. അതെ, ഞാൻ തന്നെയാണ്. ഞങ്ങളെയാണ് പുതിയൊരു ഇന്റീരിയർ വർക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. എനിക്ക് മനസ്സിലായി, കല്യാണി കിരണാണല്ലേ? നിങ്ങളുടെ ഇന്റീരിയർ വർക്കൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഈ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചത് എന്നൊക്കെ ഡേവിഡ് പറയുകയാണ്. ഏതായാലും വളരെയേറെ സന്തോഷം സാറേ. ഇതെൻ്റെ ഭാര്യ കല്യാണിയാണ് ഇന്റീരിയർ വർക്ക് മുഴുവനും ചെയ്യുന്നത്. ഇവൾക്ക് നന്നായിട്ട് തന്നെ ചെയ്യാൻ അറിയാം. കല്യാണിയുടെ വർക്കൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ ഞങ്ങൾ ഈ ഇന്ത്യയിൽ വർക്കും അടിപൊളിയായിട്ട് തന്നെ ശരിയാക്കി തരണമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ സാർ, അതൊക്കെ ഞങ്ങൾ ഏറ്റു സാർ.
എന്താണ് സാർ തന്നെ എല്ലാതും ഏറ്റുപിടിച്ചെന്നൊക്കെ അറിഞ്ഞല്ലോ. അതെ, ഞങ്ങളിപ്പോൾ വൻ വിജയത്തിലാണ്. കാരണം ഞങ്ങളൊരു USA കമ്പനിയുടെ ഓർഡറൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വിജയത്തിലാണ് ഞങ്ങളിപ്പോൾ. ഓ, അപ്പോൾ ആ മൂർത്തീസ് എന്ന് പറഞ്ഞൊരു ഇതിനെയാണ് നിങ്ങൾ അടിച്ചു താഴ്ത്തിയല്ലേ? അതെ, അത് തന്നെ, മൂർത്തീസിനെ ഞങ്ങൾ അടിച്ചു താഴ്ത്തിയത്. സാർ എന്തുകൊണ്ടാണ് സാർ എന്തിനാണ് പണിക്കൂലി ഒട്ടുമില്ലാതെ കൊടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞങ്ങൾക്ക് പണിക്കൂലിയുടെ ആവശ്യമൊന്നുമില്ല. സ്വർണത്തിന് ഇപ്പോൾ വില കൂടിയിരിക്കുകയല്ലോ, അപ്പോൾ പിന്നെ പണിക്കൂലി മേടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലെന്നേ. ആൾക്കാർക്ക് സന്തോഷമാവട്ടെ, അതാണല്ലോ നമ്മുടെ ഏറ്റവും മെയിനായ കാര്യം. ജനങ്ങളെ സന്തോഷിപ്പിക്കുക, അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഞങ്ങൾക്ക് പണിക്കൂലിയുടെ ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും കല്യാണിയാണെങ്കിൽ അയ്യോ സാറേ, എന്നാലും ഇത്രയും പണിക്കൂലിയൊക്കെ കുറച്ച് മേടിക്കുന്ന വളരെ കഷ്ടമുണ്ട്, ഇച്ചിരിയെങ്കിലും മേടിക്കുകയായിരുന്നു പണിക്കൂലി. അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് പണിക്കൂലി ഒട്ടും വേണ്ട. അല്ലാതെയാണ് എത്ര ആവശ്യങ്ങളുമായിട്ടാണ് ജ്വല്ലറിയൊക്കെ ഒരേ ആൾക്കാർ കയറി വരുന്നത്. പണിക്കൂലിയെ പേടിച്ചിട്ട് ആൾക്കാർ സ്വർണം പോലും മേടിക്കാൻ പറ്റാതെ സങ്കടപ്പെട്ടിരിക്കുന്നൊരവസ്ഥയല്ലേ. അപ്പോൾ പിന്നെ ഞങ്ങൾ പണിക്കൂലി ഇല്ലാതെ കൊടുക്കുന്നു. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴും കിരണ, അതെ, ഈയിടക്ക് ഞങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കാൻ പോവാണേ, അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾ സ്വർണം മേടിക്കാനായിട്ട് മൂർത്തീസ് ജ്വല്ലറിയിലാണ് പോയത്. പക്ഷെ എൻ്റെ പൊന്ന് സാറേ, മൂർത്തീസ് ജ്വല്ലറി കയറിയിട്ടെ ഒടുക്കത്തെ പണിക്കൂലിയായിരുന്നു. കത്തി പണിക്കൂലിയല്ലേ മേടിക്കുന്നത്. ഞങ്ങളാകെ പെട്ടുപോയൊരവസ്ഥയായിരുന്നു. എന്ത് ചെയ്യാനാണ്, വേറൊരു നിവൃത്തിയില്ലല്ലോ. സ്വർണ്ണമൊക്കെ നല്ലതാണ്, അതുകൊണ്ട് പണിക്കൂലി പിന്നെ നോക്കിയില്ല. അവിടെ നിന്ന് ഇത്രയും പണം കൊടുത്ത് ഞങ്ങൾ ഇത്രയും മേടിക്കേണ്ടി വന്നു എന്നൊക്കെ പറയുകയാണ്. ആണോ? അയ്യോ, അത് വല്ലാത്തൊരു കഷ്ടമായി പോയല്ലോ. മൂർത്തീസ് കമ്പനിയിൽ ഇത്രയും പണിക്കൂലി കൂട്ടി വെച്ചിരിക്കുകയാണെന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, ഭയങ്കര പണിക്കൂലിയാണ്. എന്നാലേ ഇനി എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴേക്കും ഞങ്ങളുടെ ജ്വല്ലറിയിലേക്ക് പോര്, ഞങ്ങൾ പണിക്കൂലി ഒട്ടും മേടിക്കൂല എന്നൊക്കെ പറയണം. ഒരുപാട് നന്ദിയുണ്ട് സാറേ. എങ്കിൽ സാറേ ഞാനൊരു സെൽഫി എടുത്തോട്ടെ സാറേ? പിന്നെന്താ, അതിനെന്താ കുഴപ്പം? അപ്പം നമുക്ക് രണ്ടൊക്കെ ഒരു സെൽഫി എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കിരണും ഈ ഡേവിഡും കൂടി സെൽഫി എടുക്കുക. അങ്ങനെ കിരണാണെങ്കിൽ ഇയാളെ തൻ്റെ മറയിലേക്ക് വീഴ്ത്താനുള്ള എല്ലാ തന്ത്രപ്പാടുകളും ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ഫോട്ടോ ആദർശിന് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ കാണിക്കുകയോ ചെയ്യണ്ടേ. അപ്പോൾ കല്യാണിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. കല്യാണിയാണെങ്കിൽ ഒരു ചിരിയോടുകൂടി തന്നെ അവിടെ നിൽക്കുകയാണ്. ശരി സാറേ, ഏതായാലും നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും വർക്കുകളൊക്കെ വരുമ്പോൾ ഞങ്ങളെ ഏർപ്പാട് ചെയ്യണം. പിന്നെ തീർച്ചയായിട്ടും ഞങ്ങളെ സഹായിക്കുന്ന സാറേ ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. എപ്പോഴും ഞങ്ങൾ കടപ്പെട്ടവരാരായിരിക്കും എന്നൊക്കെ പറയണം. നന്ദിയുണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ ജലജ ഭക്ഷണം വിളമ്പാനായിട്ട് വന്നിരിക്കുക. അപ്പോൾ നമ്മുടെ ഈ ദേവയാനിയുണ്ട് കൂടെ. അപ്പോൾ ദേവയാനിയാണെങ്കിൽ ഭക്ഷണം ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഈ ജലജയാണെങ്കിൽ എന്നാലേ അച്ഛൻ്റെയൊക്കെ ഒരു മാറ്റം, അച്ഛൻ ഇങ്ങനെ ഒരു കടുംപിടുത്തം പിടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആദർശ് അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. എടേടി നീയേ കൂടുതൽ കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട് നോക്കണ്ട. നീ ഭക്ഷണം വിളമ്പാനാ വന്നതെങ്കിൽ ഭക്ഷണം വിളമ്പിയിട്ട് പോ. കൂടുതൽ കിടന്ന് ചിലയ്ക്കാൻ നിൽക്കേണ്ട. ഇവിടെ നിന്ന് ദേവയാനി മുഖത്തടിച്ചതുപോലെ പറയാ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഞാനിങ്ങനെ കാര്യം പറഞ്ഞതേ ഉള്ളേ. അപ്പോഴാണ് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി വരുന്നത്. അപ്പോൾ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി ആണെങ്കിൽ അമ്മ ഇവിടെ ഇരുന്നോ. പക്ഷേ മുത്തശ്ശനോട് ഒരു അക്ഷരം പോലും ദേവയാനി മിണ്ടുന്നില്ല. മുത്തശ്ശന് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുക. അപ്പോൾ ദേവയാനി ഈ ജലജയാണെങ്കിൽ എന്നാലും അച്ഛൻ ഇത് വല്ലാത്തൊരു കടുംപിടുത്തോ കേട്ടോ അച്ഛനിങ്ങനെ മനസാക്ഷിയില്ലാതെ പെരുമാറാനായിട്ട് നിൽക്കരുത്. ഇതെന്താ ഇങ്ങനെ കിടന്ന് പറയുന്നത്? അമ്മയ്ക്ക് നാവില്ലേ? അമ്മയ്ക്ക് അച്ഛനൊന്ന് അടക്കി നിർത്തിയാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ജലജേ, നീ കുടുംബം കലക്കുന്ന ആളാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞാനും അദ്ദേഹം കൂടി വഴക്കടിക്കാനുള്ള പരിപാടിയാണോ നീ ചെയ്തു കൂടുന്നത്? നിന്റെ മകനും അത് തന്നെയാണല്ലോ. നിനക്കിവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ വായടയ്ക്ക് മിണ്ടാതിരുന്നോളണം എന്നൊക്കെ ജലജയോട് പറയാം. അപ്പം ജലജയൊക്കെ ആണെങ്കിൽ ഈ കളവയ്ക്ക് എന്തിൻ്റെ കേടാണെന്നാവോ എന്നൊക്കെ പറയണം. അപ്പോൾ നമ്മുടെ ഈ മുത്തശ്ശി ചോദിക്കുകയാണ്, മോളെ നയനമോള് കഴിച്ചോ വല്ലതും? ഇല്ലമ്മേ, അവളൊന്നും കഴിച്ചിട്ടില്ല. അവൾക്കുള്ള ഭക്ഷണം എനിക്ക് റൂമിലേക്ക് കൊണ്ടുപോകണം. ഇത് കേട്ട മുത്തശ്ശനാണെങ്കിൽ എന്തിന് റൂമിലേക്ക് കൊണ്ടുപോകണം? അവൾക്ക് ഇവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പാടില്ലേ? അപ്പോൾ ദേവയാനി ഞെട്ടിപ്പോവാണ്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ഇദ്ദേഹം എന്തൊക്കെയായി പറയുന്നത്? അവൾ അത്രയും സങ്കടപ്പെട്ടിരിക്കുകയല്ലേ നയന, അതുകൊണ്ട് റൂമിൽ കൊണ്ടേ കൊടുത്തെന്ന് വിചാരിച്ച എന്താ കുഴപ്പം? അങ്ങനെ റൂമിൽ കൊണ്ടേ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും എങ്ങനെയാണോ കഴിക്കുന്നത് അതേപോലെ തന്നെ വേണം ഇവിടെ വന്ന് കഴിക്കാൻ. കുടുംബത്തിലെ സാഹചര്യം അനുസരിച്ച് പെരുമാറുക തന്നെ ചെയ്യണം. അല്ലാതെ ഒരാൾക്ക് ഇന്ന രീതി ഇന്നയാൾക്ക് ഇന്ന രീതി എന്നൊന്നും ഇവിടെ ഒരു നിയമവും ഇല്ല എന്നൊക്കെ പറയാം. ആദർശ് മോൻ പോയത് കൊണ്ടല്ലേ? ആദർശ് മോനെ എന്താ പറഞ്ഞു വിട്ടോ? അങ്ങനെയാണെങ്കിൽ ആദർശിൻ്റെ ഒപ്പം നയനയ്ക്ക് പോകാമായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ദേവിയാൻ ഞെട്ടിപ്പോയി.
അച്ഛൻ എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതെ, ഞാൻ സംസാരിച്ചതിലും കാര്യമുണ്ട്. അങ്ങനെ അവൾക്ക് കാണാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ ആദർശിനോടൊപ്പം ഇറങ്ങി പോകാറുന്നല്ലോ നയനയ്ക്ക്. പിന്നെ എന്തിനാ ഇവിടെ പിടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ ജലജ എടുത്ത് വായിക്കും, അച്ഛാ എന്തൊക്കെയാ അച്ഛാ ഈ പറയുന്നത്? ഇങ്ങനെയൊക്കെയാണോ ഒരാളോട് സംസാരിക്കേണ്ടത്? എല്ലാവരും തകർന്നൊരു തരിപ്പണമായിരിക്കുന്ന അവസ്ഥയിൽ അച്ഛൻ ഇങ്ങനെ കടുംപിടുത്തം പിടിക്കേണ്ട കാര്യമുണ്ട് അച്ഛാ? ജലജേ, നീ മിണ്ടാതിരിക്കും ജലജേ. നിന്റെ മോന്റെ കാര്യമൊന്നും ഇവിടെ അറിയണ്ട. നീ നിന്റെ മോനെ ആദ്യം നന്നാക്കാനായിട്ട് നോക്ക്, എന്നിട്ട് ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി വന്നാൽ മതി എന്നൊക്കെ മുത്തശ്ശൻ ഭയങ്കര രീതിയിൽ സംസാരിക്കണം. അപ്പോൾ നമ്മുടെ ദേവയാനിയാണെങ്കിൽ ഞാനെന്ന് ഏതായാലും മോളെ വിളിച്ചുകൊണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി മോളിലേക്ക് കയറി പോവുകയാണ്. അപ്പോഴേക്കും ഈ നയനയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് കരഞ്ഞിങ്ങനെ ഇരിക്കുക. അപ്പം മോളെന്നും പറഞ്ഞെടുത്ത തലയിൽ തലോടി കൊണ്ടൊന്ന് വിളിക്കുകയാണ്, മോളെ നീ ഭക്ഷണം കഴിക്കാൻ വാ മോളെ എന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് വേണ്ടമ്മേ, എനിക്ക് വിശക്കുന്നില്ല. ദേ മുത്തശ്ശനാകെ കലിപ്പിലാണ് കേട്ടോ. ദേ ആദർശ് മോനെ എന്നെ പറഞ്ഞേൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണ്, നിന്നെ നന്നായിട്ട് നോക്കണമെന്നും നല്ല ഭക്ഷണമൊക്കെ കൊടുക്കണമെന്നും. നീ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്കൊന്നും കഴിക്കാനായിട്ട് തോന്നില്ല. ആദർശ് മോൻ വരുമല്ലോ, അവൻ പോയിരിക്കുന്നത് എന്തോ ലക്ഷ്യമായിട്ട് തന്നെയാണ്, എനിക്കത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അമ്മേ. ആദർശനെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല അമ്മ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മളിപ്പോൾ അത് നോക്കാൻ നിൽക്കണ്ട, നീ ഭക്ഷണം കഴിക്കും, മുത്തശ്ശൻ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആകെ പ്രശ്നമാവും മോളെ. അങ്ങനെ ദേവയാനി പറഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ നയന ദേവയാനിയോടൊപ്പം നേരെ ഇറങ്ങി ചെല്ലുകയാണ്. അങ്ങനെ നയനയെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിലും മോളെ വാ മോളെ വന്നിരിക്കും മോളെ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിയോട് നീ കഴിക്കുന്നില്ല, അല്ല ഞാൻ മോള് വരാൻ വേണ്ടി കാത്തിട്ട്. അപ്പോൾ നയനയ്ക്ക് വിളമ്പി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ഇരുന്ന് കഴിക്കുകയാണ്. പക്ഷേ നയനയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നു കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ചിലവർക്കൊക്കെ ഭക്ഷണം ഇറങ്ങാത്തത്. അതുകൊണ്ട് ഈ അബിയെ പോലെ തന്നെയാണ് എല്ലാവരും എന്നെയും കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കതുകൊണ്ട് ഇവിടെ ഇരിക്കാൻ താല്പര്യമില്ല. ഞാൻ എഴുന്നേറ്റ് പോകുമ്പോഴെങ്കിലും അവരൊക്കെ ഭക്ഷണം കഴിക്കുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കൽ മതിയാക്കി എന്നും പറഞ്ഞ് മുത്തശ്ശൻ ഭയങ്കര കടുംപിടുത്തത്തോടു കൂടി തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും അത് നയനയ്ക്ക് വല്ലാത്തൊരു കൊള്ളുന്നൊരു വേദനയായിപ്പോയി. അപ്പോൾ മുത്തശ്ശി പറയണേ, ഇതെന്താ ഇത് അച്ഛന് സംഭവിച്ചത്? നിങ്ങളുടെ അച്ഛന് ഇതെന്താ സംഭവിച്ചത്? ഇങ്ങനെ ഇദ്ദേഹത്തെ കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ നയനയാണെങ്കിൽ അച്ഛനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. മുത്തശ്ശൻ അത്രയും സങ്കടപ്പെട്ടിട്ട് തന്നെയായിരിക്കും. കാരണം ഇങ്ങനൊരു അവസ്ഥ മുത്തശ്ശന് ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും മുത്തശ്ശൻ എല്ലാവരോടും ഇങ്ങനെ പരിക്കനായിട്ട് സംസാരിക്കുന്നത്. എന്നാലും ഇങ്ങനൊരു പരിക്കൻ സ്വഭാവം ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. വല്ലാത്തൊരു മാറ്റമാണല്ലോ അച്ഛന് സംഭവിച്ചിരിക്കുന്നത് എന്ന് ദേവയാനിയൊക്കെ പറയാം. അപ്പോൾ ഈ ജലജ മനസ്സിൽ ചിന്തിക്കുകയാണ്, കിളവന് 73 വയസ്സായി, എന്നിട്ട് കിളവൻ്റെ ഈ തിളപ്പൊന്നും മാറിയിട്ട് പോലുമില്ല. ഇങ്ങനെ തിളപ്പ് മാറിയിട്ടുണ്ടെങ്കിലേ കാര്യങ്ങളെല്ലാം നടക്കുള്ളൂ. എന്നാലും അച്ഛനിത് വല്ലാത്തൊരു തിളപ്പായി പോയിട്ട് എന്നിട്ട് ഈ അച്ഛനെ എടുത്ത് കുറ്റപ്പെടുത്തുകയാണ് ജലജ ചെയ്യുന്നത്. നിന്റെ ജോലി കഴിഞ്ഞോ? വിളമ്പിക്കഴിഞ്ഞെങ്കിൽ നീ പൊയ്ക്കോ, ഞങ്ങൾ പാത്രം കഴുകാറാകുമ്പോൾ നിന്നെ വിളിക്കാം. അല്ലെങ്കിൽ എനിക്കറിയാതെ ഏട്ടത്തി എന്നൊരു വേലക്കാരത്തിയാണല്ലോ കണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഏതായാലും നിങ്ങളുടെ ഇടയിൽ നിൽക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നിന്ന് പോവാണ്. ജലജ പോയി കഴിഞ്ഞപ്പോഴും ഈ നയനയ്ക്കൊക്കെ ആണെങ്കിൽ ആകെ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എന്നാലും ഇങ്ങനെ മുത്തശ്ശൻ മാറണ്ടായിരുന്നു, ആദർശേട്ടന് ഇത് വല്ലാത്തൊരു സങ്കടമായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസ. നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.